ക്രൂഡ് ഓയിൽ വഴിയല്ലാത്ത മറ്റു ഇതര വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കുവാനായി സൗദി അറേബ്യ ഏറ്റവും മികവോടെ ഒരുക്കിയതാണ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ PIF. ഈ PIFന് കീഴിലാണ് സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട എണ്ണ ഇതര വരുമാന മാർഗങ്ങൾ വരുന്നത്. PIF തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ കരാറുകളിലൂടെ വിവിധ അസറ്റുകളും സ്വന്തമാക്കിയെടുക്കുന്നത്. എന്നാൽ PIFന്റെ പുതിയ സ്ട്രാറ്റജി പുറത്തു വന്നിരിക്കുകയാണ്. ഇനി വിദേശത്തല്ല, സൗദിക്കകത്താണ് PIF ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. വിദേശികൾക്ക് ഇതിലെന്തെല്ലാം നേട്ടങ്ങളുണ്ടാകും? സൗദി അറേബ്യയുടെ സാമ്പത്തിക നിക്ഷേപ രംഗത്തെ ഭാവി നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ് PIF അഥവാ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് സൗദി അറേബ്യയിലെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് നിക്ഷേപം നടത്തുന്നത്. എണ്ണയിൽ നിന്നല്ലാത്ത എല്ലാ വരുമാന മാർഗങ്ങളും ലഭിക്കുവാൻ സൗദി അറേബ്യ കണ്ടെത്തിയ ഭരണകൂടത്തിന് കീഴിൽ നേരിട്ടുള്ള ഫണ്ടാണിത്. PIFന്റെ 2026 മുതൽ 2030 വരെയുള്ള സ്ട്രാറ്റജി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അംഗീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദശകത്തിലെ വളർച്ചയുടെയും വിപുലീകരണത്തിന്റെയും ഘട്ടത്തിൽ നിന്ന് പുതിയൊരു യുഗത്തിലേക്കുള്ള സ്വാഭാവിക പരിണാമമായിരിക്കും ഈ പുതിയ സ്ട്രാറ്റജി. 3 പ്രധാന നിക്ഷേപ പോർട്ട്ഫോളിയോകളിലൂടെയാണ് ഇവ നടപ്പാക്കുക. ആദ്യത്തേത് വിഷൻ പോർട്ട്ഫോളിയോയാണ്. പ്രാധാന്യമുള്ള തന്ത്രപ്രധാനമായ മേഖലകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുക, ഫണ്ടിന്റെ കമ്പനികളുടെ മൂല്യം വർദ്ധിപ്പിക്കുക, പ്രാദേശിക സമ്പദ്വ്യവസ്ഥയുടെ അതായത് സൗദിക്കകത്തുള്ള സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെ വേഗത്തിലാക്കുക, നേരത്തെ പ്രഖ്യാപിച്ച ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുക. ഇവയാണ് ഈ പോർട്ട്ഫോളിയോയുടെ ലക്ഷ്യം. ഇതിനായി 6 പ്രധാനപ്പെട്ട മേഖലകളിൽ നിക്ഷേപവും വികസനവും നടപ്പാക്കും. ഈ 6 പ്രധാനപ്പെട്ട സാമ്പത്തിക സംവിധാനങ്ങൾ ഇവയാണ്: 1 ടൂറിസം, 2 ട്രാവൽ ആൻഡ് എന്റർടൈൻമെന്റ്, 3 അർബൻ ഡെവലപ്മെന്റ് ആൻഡ് ലിവബിലിറ്റി, 4 അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ആൻഡ് ഇന്നൊവേഷൻ, 5 ഇൻഡസ്ട്രിയൽ ആൻഡ് ലോജിസ്റ്റിക്സ്, 6 ക്ലീൻ എനർജിയും വാട്ടർ ആൻഡ് റിന്യൂവബിൾ ഇൻഫ്രാസ്ട്രക്ചറും, ഒടുവിൽ നിയോം പദ്ധതിയും. നിയോമിലെ വൻകിട പദ്ധതികൾ തുടരുമെങ്കിലും അതിന്റെ ഭാഗമായുള്ള ദി ലൈൻ പോലെയുള്ള ഗിഗാ പ്രൊജക്റ്റുകൾ 2030 പൂർത്തിയാക്കൽ നിർബന്ധമല്ലെന്ന് ഫണ്ട് ഗവർണർ യാസർ അൽ റുമയ്യാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ചിലവേറിയതും ലാഭം പെട്ടെന്ന് തിരിച്ചുകിട്ടാൻ വൈകുന്നതുമായ ഗിഗാ പ്രൊജക്റ്റുകളിൽ നിന്നും മാറി ലാഭം ഉണ്ടാക്കുന്നതിനും സമ്പദ്വ്യവസ്ഥയുടെ പരിവർത്തനത്തിനുമാണ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. രണ്ടാമത്തെ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയാണ്. ഇതിൽ തന്ത്രപരമായ ആസ്തികളുടെ മാനേജ്മെന്റും മൂല്യവർദ്ധനവുമായിരിക്കും ലക്ഷ്യം വെക്കുക. എന്നുവെച്ചാൽ ഫണ്ടിന്റെ കമ്പനികളുടെ സാമ്പത്തിക സ്വാധീനം വർദ്ധിപ്പിക്കുക, പ്രാദേശിക അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ ആകർഷിക്കുക, അവയെ ലോകോത്തര കമ്പനികളാക്കി മാറ്റുക. എന്നുവെച്ചാൽ നിലവിൽ PIFന് കീഴിൽ സൗദിയിൽ രൂപീകരിച്ച വിവിധ കമ്പനികളുണ്ട്. അവയെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുവാനുള്ള പണികൾ ഇക്കാലയളവിൽ ചെയ്യുമെന്ന് ചുരുക്കം. മൂന്നാമത്തേത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയാണ്. ഫണ്ടിന്റെ സാമ്പത്തിക സ്ഥാനം ശക്തിപ്പെടുത്തി ഭാവി തലമുറക്ക് ദേശീയ സമ്പത്ത് ഒരുക്കൂട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ആഗോള വിപണികളിലെ നേരിട്ടുള്ളതും പരോക്ഷവുമായ നിക്ഷേപങ്ങളെല്ലാം ഈ പോർട്ട്ഫോളിയോ വഴി വൈവിധ്യവും വഴക്കമുള്ളതുമാക്കി മാറ്റും. സൗദി അറേബ്യക്കകത്തുള്ള നിക്ഷേപ നിയമങ്ങളിലും ഇതിന്റെ ഭാഗമായി വിദേശികൾക്കും സ്വദേശികൾക്കും അനുകൂലമാക്കി മാറ്റും. 10 വർഷത്തിനുള്ളിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അതിന്റെ ആസ്തികൾ 6 മടങ്ങ് വർദ്ധിപ്പിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രോണിക് ഗെയിമിംഗ്, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഗുണപരമായ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തു. പ്രധാന റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളും വൻകിട പദ്ധതികളും ആരംഭിച്ച് അന്താരാഷ്ട്ര കമ്പനികളെയും നിക്ഷേപകരെയും സൗദി കഴിഞ്ഞ വർഷങ്ങളിൽ വിപണിയിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി വരുന്നതിൽ മാറ്റമുണ്ട്. പുതിയ ഘട്ടത്തിൽ PIF സൗദിയിലെ നിക്ഷേപം 80% നടത്തും. എന്നുവെച്ചാൽ ഇനി ലക്ഷ്യം വെക്കാൻ പോകുന്നത് സൗദിക്കകത്തുള്ള നിക്ഷേപത്തിലാണ്. വിദേശത്തുള്ള നിക്ഷേപം 20% കുറക്കും. മുൻകാലത്തെ 30% അന്താരാഷ്ട്ര നിക്ഷേപത്തിൽ നിന്നുള്ള ഈ മാറ്റം എണ്ണയിലെ വിലയിടിവ്, ബജറ്റിലെ കുറവ്, ഇറാൻ യുദ്ധം മൂലമുള്ള എണ്ണ കയറ്റുമതി സമ്മർദ്ദം എന്നിവയോട് പ്രതികരിച്ചുള്ളതാണ്. ഡോളർ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര നിക്ഷേപം വർദ്ധിപ്പിക്കുമെങ്കിലും ആകെ നിക്ഷേപത്തിലെ അനുപാതം കുറയും. പുതിയ കാലയളവിൽ ലോക വിപണിയിൽ നിന്നും നല്ല ലാഭം നേടി PIFന്റെ സാമ്പത്തിക ശക്തിയും അതുവഴി സൗദി അറേബ്യയുടെ സാമ്പത്തിക ശക്തിയും
വർദ്ധിപ്പിക്കും. ഇതിനായി സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പങ്കാളിത്തം നൽകും. അന്താരാഷ്ട്ര കമ്പനികളെയും നിക്ഷേപകരെയും ആകർഷിക്കാൻ പ്രത്യേക ശ്രദ്ധ ഇനിയുമുണ്ടാകും. നിലവിലെ നിയമങ്ങളിൽ വിദേശികളെ ആകർഷിക്കാൻ പാകത്തിൽ മാറ്റങ്ങളും വരുത്തും. അടുത്ത 5 വർഷത്തിനുള്ളിൽ സമ്പദ്വ്യവസ്ഥ കൂടുതൽ മത്സരശേഷിയുള്ളതാവുകയും ചെയ്യും. ഇതെല്ലാമാണ് പുതിയ സ്ട്രാറ്റജിയുടെ ലക്ഷ്യങ്ങൾ. ഇതിന്റെ ഭാഗമായുള്ള നീക്കങ്ങളും പദ്ധതികളും നയപരിപാടികളും വരും ദിനങ്ങളിലുണ്ടാകും.